സർ, ഇപ്പോൾ ഇന്ന് ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നികുതി വരുമാനം കുറവാണ്, പക്ഷേ നികുതി ഇതര വരുമാനം കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പിടിച്ചു നിൽക്കുന്നത് എന്നാണ്. പക്ഷേ നികുതി ഇതര വരുമാനം പോലും അത്ര ഗണ്യമായി സംസ്ഥാനത്ത് നിന്ന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ഏതെല്ലാം മേഖലകളിൽ നമുക്ക് കിട്ടാക്കടം കിടപ്പുണ്ട്. പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ KSEB അടക്കം എത്രയോ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് തിരിച്ചടയ്ക്കാനുള്ളത്. അപ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് വളരെ കൃത്യമായി പിരിക്കുന്ന പണം എന്തുകൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ ചില സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും ഈ പണം ഈടാക്കാൻ വലിയ വിമുഖതയാണ് കാണിക്കുന്നത്? അതൊക്കെ വാങ്ങുകയും അങ്ങനെ ഈ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കേണ്ടതല്ലേ? നിലിമ, വളരെ പ്രസക്തമായ ചോദ്യം. അതിനു മുമ്പ് ഡോക്ടർ മേരി ജോർജിനോട് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇതുപോലത്തെ പുസ്തകങ്ങൾ വായിക്കാം. എൻ്റെ അഭിപ്രായം തെറ്റാണെങ്കിൽ തിരുത്താം. ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം, ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് കെയർ, വേൾഡ് ബാങ്കിൻ്റെ ഒരു ലോൺ റീബിൽഡ് എന്നാണ് അഗ്രി വാല്യൂ ചെയിൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കേരളം എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കാം. പക്ഷേ ഗ്യാരണ്ടി സാധാരണ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ കൂടെ പരമ്പരാഗതമായി ചേർക്കാറില്ല. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഡോക്ടർ മേരി ജോർജിനോട് ഒരു കാര്യം മാത്രം, ഞാൻ പറഞ്ഞത് ലിമിറ്റഡ് പോയിൻ്റ്. അങ്ങനെ അതായത് കേന്ദ്രമെടുക്കുന്ന കടം രാജ്യത്തിന് മൊത്തമായിട്ട് ഗുണം ചെയ്യുന്നതാണ് പൊതുവെ എങ്കിൽ നിയമനിർമ്മാണ സമയത്ത് തന്നെ കേന്ദ്രത്തിൻ്റെ 4 അല്ലെങ്കിൽ 5 കേന്ദ്രത്തിന് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആവാം എന്നുള്ള ഒരു നിയമനിർമ്മാണം നമ്മൾ നടത്തണമായിരുന്നല്ലോ. എന്തായാലും അതൊരു പ്രത്യേക ചർച്ച ഞാൻ മാഡവുമായിട്ട് സംസാരിക്കാം. എൻ്റെ വീക്ഷണത്തിലോ അണ്ടർസ്റ്റാൻഡിങ്ങിലോ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ പുസ്തകം വായിക്കാം. നീലിമ, ഈ പറഞ്ഞ കാര്യം അവിടെയാണ് ഞാനത് നേരത്തെ കൈ ഉയർത്തിയതാണ്. നമ്മൾ കേരളത്തിൽ ഇത് കൂടാതെയുള്ള പ്രശ്നം, ഇപ്പോൾ GST വരുമാനത്തിൻ്റെ തോത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ SDP സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം എത്ര കണ്ട് നോമിനലായിട്ട് വളരുന്നുവോ അതിന് സമാനമായിട്ടുള്ള കളക്ഷൻ GSTയിൽ വരുന്നില്ല. കേന്ദ്രത്തിനത് വരുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ആവറേജ് 24-25 9% ആയിരുന്നു. 23-24 GST ആവറേജ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കൂട്ടിയിട്ടുള്ള കണക്ക് ഒരു വർഷത്തേക്ക്. ഇപ്പോൾ ഈ വർഷം നടപ്പ് സാമ്പത്തിക വർഷവും ഡിസംബർ വരെയുള്ള കണക്ക് GSTയുടെ കണക്ക് കൃത്യമായിട്ട് അടുത്ത മാസം 1-ാം തീയതി വരുന്നുണ്ട്. ഈ ഏപ്രിൽ ടു ഡിസംബർ ഈ 25-26 ഫിനാൻഷ്യൽ ഇയറിൽ കേന്ദ്ര മൊത്തം വർധന 6% ആയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ വർധന 3% മാത്രമേ ഉള്ളൂ. അപ്പോൾ എവിടെയാണ് ഈ ടാക്സ് കളക്ഷൻ നമുക്ക് പാളുന്നുണ്ടോ, എവിടെയാണ് നമുക്ക് വീഴ്ച, നാഷണൽ ആവറേജിൻ്റെ നിലവാരത്തിൽ നമുക്ക് എന്തുകൊണ്ട് എത്താൻ സാധിക്കുന്നില്ല? ഇതൊക്കെയാണ് പ്രസക്തമായ ചോദ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് തനത് വരുമാനം പോലും നമുക്ക് ശരിയാവണ്ണം അല്ലെങ്കിൽ നമ്മുടെ സമ്പദ്ഘടന വളർച്ചതിന് ആനുപാതികമായി പിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പം എക്കണോമിക് സർവേന്ന് ഒരു സെൻറ്റൻസ് മാത്രം, നീലിമ എനിക്കറിയാം സമയം, എക്കണോമിക് സർവേന്ന് ഞാൻ വായിക്കാം. ദ സ്റ്റേറ്റ്സ് ടോട്ടൽ റവന്യൂ റിസീറ്റ്, ഓണും സെൻട്രൽ ഗവൺമെൻറ് ട്രാൻസ്ഫറൊക്കെ ഒരു സെക്കൻഡ്, 23-24 മൊത്തം സ്റ്റേറ്റിൻ്റെ റവന്യൂ വരുമാനം 1,24,400 കോടി ആയിരുന്നെങ്കിൽ 24-25 1,24,800 കോടി ഒരു വർഷം കൊണ്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് വെറും 400 കോടി മൊത്തം റവന്യൂ വരുമാനം. ഇവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ എഫിഷ്യൻസി ഓഫ് കളക്ഷൻ. തീർച്ചയായിട്ടും യോജിക്കുന്നു. ആ കാര്യക്ഷമതയ്ക്ക് പകരം കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള രോദനമാണ് കുറെ കാലങ്ങളായി സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടികൾ സ്വപ്നം കാണുന്നത് ലക്ഷം കോടി കടമുള്ള സർക്കാർ എന്നതാണ് വിരോധാഭാസം.